എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പോയി കേട്ടോ. അവരുടെ പാത്രമെല്ലാം വാരി എല്ലാം ക്ലീൻ ചെയ്തിട്ട് രേവതിയും പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇവിടത്തേക്ക് അഴുക്ക് കണ്ടില്ലേ, താറ് തുടച്ചിട്ട് പോയാൽ മതി. അയ്യോ അമ്മേ, എനിക്കിപ്പോൾ തന്നെ ഒരുപാട് സമയം താമസിച്ചു, ഞാൻ വൈകിട്ട് വന്നിട്ട് താറ് തുടച്ചോളാം. ഇപ്പൊ എനിക്ക് അത്യാവശ്യമായിട്ട് 2 സ്ഥലങ്ങളിൽ പൂടുക്കാനുണ്ട്, അവർ ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു, എനിക്ക് പോയാൽ പറ്റുള്ളൂ. ഓഹോ, അപ്പൊ ഞാൻ പറഞ്ഞത് കേൾക്കാതെ നീ പോകാറ് മാത്രമായല്ലേ, ഈ തല ക്ലീൻ ചെയ്യാതെ നീ ഇവിടുന്ന് പോവണ്ട എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. രേവതി പറയാണ്, ശരി അമ്മേ, ഞാൻ തുടച്ചോളാം, പക്ഷെ ഹാളും അടുക്കളയും മാത്രമേ ഞാനിപ്പോൾ തുടയ്ക്കുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് ചെയ്യുള്ളൂ. ആ, അത് ആലോചിക്കാം, നീ ചെയ്യ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ചന്ദ്ര അപ്പോഴേക്കും ഒരു ഗ്ലാസ് ചായയും ചോദിക്കുന്നുണ്ട്. അവൾ ആ ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രേവതി ആണെങ്കിൽ താറ് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഹാളെല്ലാം തുടച്ചിട്ട് രേവതി അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് തന്റെ കയ്യിൽ നിന്ന് ചായ ആ മട്ടോട് കൂടിയിട്ട് തറയിലേക്ക് ഒഴിക്കാണ് ചന്ദ്ര. അപ്പോഴേക്കും ചന്ദ്ര രേവതി വിളിക്കുന്നുണ്ട്, നീ ഈ തറയിൽ കണ്ടില്ലേ ചായ മട്ട വീണെടുക്കുന്നത്, കണ്ടിട്ടും കാണാത്ത പോലെ പോവാണല്ലേ. രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മേ, എന്ത് പണി അമ്മ ഈ കാണിക്കുന്നത്, അമ്മ മനഃപൂർവ്വം ചെയ്തതാണെന്നൊക്കെ എനിക്കറിയാം, ഇവിടെ ഞാൻ ക്ലീൻ ആക്കിയിട്ടല്ലേ പോയത്, അമ്മയല്ലേ ഇപ്പൊ കയറണം ചായ ഊറ്റിയെന്ന് ചോദിക്കാണ്. ഓഹോ, അപ്പൊ ഞാൻ മനഃപൂർവ്വം ഊറ്റിയെന്നാണോ നീ പറയുന്നത്? അതെ, അമ്മ തന്നെയാ. അപ്പോഴാണ് മനസ്സിലാകുന്നത് രവിയോടില്ല കേട്ടോ. രവി ആണെങ്കിൽ ട്രഷറിൽ വരെ പോയിരിക്കാണ്. അതുപോലെ സച്ചിയും ബാക്കി എല്ലാവരും ഓട്ടത്തിനും മറ്റാവശ്യമായി പോയിരിക്കാണ്. അപ്പം കിട്ടിയ അവസരം മുതലാക്കാണ് ചന്ദ്ര. രവിയോടില്ലല്ലോ, അതുകൊണ്ട് തന്നെ രേവതിയെ കൊണ്ട് കഷ്ടപ്പെടുത്തിക്കാന്ന് അവള് കരുതി. രേവതി പറയുന്നുണ്ട്, അമ്മേ, ഞാൻ ഇനി ഇത് വൃത്തിയാക്കില്ല, എനിക്ക് വയ്യ, അമ്മ മനഃപൂർവ്വം ചെയ്തതല്ലേ, ഇപ്പൊ തന്നെ അവർ വിളിച്ചു കഴിഞ്ഞു, എനിക്ക് പൂവെടുക്കാൻ പോണം. അമ്മ എന്താച്ചാ കാണിക്കുന്നത് പറയുമ്പോഴേക്കും രേവതിയുടെ കയ്യിൽ പിടിച്ച് വലിക്കുന്നുണ്ട് ചന്ദ്ര. നിക്കടി അവിടെ, അങ്ങനെ അങ്ങ് പോയാലോ, മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നേ, ഇവിടെ തുടച്ചിട്ട് നീ പോയാൽ മതി. അമ്മ കൈ വിടമ്മേ എന്ന് പറയുന്നുണ്ട്. എന്താടി നീ എന്നെ കൈ പിടിപ്പിക്കാറൊക്കെ ആയോന്ന് ചോദിച്ചിട്ട് രേവതിന് മുടിക്കുത്തിന് പിടിക്കുകയാണ് നമ്മുടെ ചന്ദ്ര. അമ്മ വിടമ്മേന്ന് പറഞ്ഞിട്ട് അവളെ കൊതിരെ മാറാൻ ശ്രമിക്കുമ്പം മര്യാദയ്ക്ക് തുടക്കടിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയുടെ കൈകിട്ട് അടിക്കുകയാണ് കേട്ടോ ചന്ദ്ര. അവൾക്ക് നല്ല ദേഷ്യം വന്നിട്ട് രേവതി കുടഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര വീണ്ടും മുടുക്കത്തിന് പിടിച്ച് അടിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് തുടക്കടി എന്ന് പറയാണ്. ഇതും കണ്ടുകൊണ്ട് എടി ചന്ദ്രേ എന്ന് വിളിച്ചുകൊണ്ട് വാതിൽ നിൽക്കുകയാണ് നമ്മുടെ അച്ഛമ്മ. അച്ഛമ്മയെ കണ്ടപാടെ ചന്ദ്രയുടെ 2 ഉണ്ട കണ്ണും പുറത്തു വന്നിട്ടോ. എന്റെ ഈശ്വര, ഞാൻ എന്താ ഈ കാണുന്നേ, അമ്മയോ എന്നും പറഞ്ഞ് ചന്ദ്ര നോക്കാണ്. ഉടനെ മുത്തശ്ശി പാഞ്ഞ് അകത്തോട്ട് കയറി വരുന്നുണ്ട്. എന്താണ് നീ ഇവിടെ കാണിക്കുന്നേ എന്ന് ചോദിക്കാണ്. അത് പിന്നെ അമ്മേ എന്ന് വിളിക്കുമ്പം നമ്മുടെ മുത്തശ്ശി ഒരൊറ്റ അടി കണ്ടു നമ്മുടെ ചന്ദ്രയുടെ കാരണത്ത്. അച്ഛമ്മ ചന്ദ്രനാണെങ്കിൽ അമ്മയെന്നും പറഞ്ഞ് ഒരു കാർച്ചയും വിടുന്നുണ്ട്. എന്താണ് നീ കാണിച്ചത്, രേവതിയുടെ മുടുക്കത്തിന് വിളിക്കുന്നോ, നീ ആരാടി, റൗഡിയോ എന്ന് ചോദിക്കാണ്. അത് പിന്നെ അമ്മേ, ഇവിടെ ചായമിട്ട് തുടയ്ക്കാതിരുന്നാല് നീ അവളുടെ മുടുക്കത്തിന് വിളിക്കോ, എന്താ രേവതി, എന്താ ഈ കാണിക്കുന്നേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും രേവതി കരഞ്ഞുകൊണ്ട് അച്ഛമ്മനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്താ മോളെ രേവതി, എന്താ സംഭവിച്ചേ എന്ന് ചോദിക്കാണ്. അച്ഛമ്മേ, എല്ലാവരും പോയതിനു ശേഷം ഞാൻ പൂ കൊടുക്കാൻ പോകാൻ തുടങ്ങായിരുന്നു, അപ്പോഴാ ഈ അമ്മ പറഞ്ഞത് ഇവിടെല്ലാം തുടച്ചിട്ട് പോകാനായിട്ട്. ഞാൻ വന്ന് ഹാളും തുടച്ച് അടുക്കളയും തുടച്ചുകൊണ്ടിരുന്നപ്പോഴാ ഇവിടെ ചായ വേണമെന്ന് പറഞ്ഞ് അമ്മ വിളിക്കുന്നത്. ശരിക്കും മനഃപൂർവ്വം അമ്മയുടെ ഇരുന്ന ചായക്കപ്പിലെ മട്ട് അമ്മയുടെ ഒഴിക്കായിരുന്നു. ആ തറലെല്ലാം വീണപ്പോ ഞാൻ തുടക്കില്ലെന്ന് പറഞ്ഞു, മര്യാദയ്ക്ക് തുടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ മുടുക്കത്തിൽ പിടിക്കുകയും എന്നെ അടിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛമ്മ തീരും ചന്ദ്രയുടെ നോട്ടം നോക്കാണ്. നീ ആരാടി, നീ റൗഡിയാണോടി, നീ എന്താ വിചാരിച്ചേ, മരുമക്കളായാല് നിനക്ക് ഉപദ്രവിക്കാൻ വേണ്ടി കൊണ്ടിട്ട് വന്നേക്കുന്നതാണെന്നോ, സ്ത്രീകൾക്ക് എന്താ ഒരു വിലയില്ലെന്ന് മുത്തശ്ശി ചോദിക്കാണ്. അപ്പോഴേക്കും ചന്ദ്ര അമ്മ അത് പിന്നെന്ന് പറയുമ്പം ആ മോപ്പിക്ക് താഴ്ന്ന് രേവതിയോട് അച്ഛമ്മ പറയുന്നുണ്ട്. രേവതി അപ്പൊ തന്നെ ആ മോപ്പ് അച്ഛമ്മടയിൽ കൊടുക്കാണ്. ചന്ദ്രയുടെ കയ്യിൽ കൊടുത്തിട്ട് തുടക്കടി എന്ന് പറയാണ്. ചന്ദ്ര പേടിച്ച് അപ്പൊ തന്നെ അവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അടുക്കളയിൽ പോയിട്ട് അച്ഛമ്മ പോയി നോക്കാണ്. ശേഷം അവിടുന്ന് വെള്ളവും അതുപോലെ തേയിലപ്പൊടിയും ബാക്കി കുറെ അരിപ്പൊടിയൊക്കെ എടുത്ത് കുഴച്ചിട്ട് ഹാള് മുഴുവനെ കൊണ്ട് ഊറ്റാണ് കേട്ടോ അച്ഛമ്മ. നോക്കുമ്പം ഹാളിൽ മുഴുവനും അച്ഛമ്മ എല്ലാ സ്ഥലങ്ങളിലും ഒഴിച്ചു വെക്കുന്നുണ്ട്. ചന്ദ്രനോട് പറയുന്നുണ്ട്, ഇന്ന് മൊത്തം നിന്റെ പണി ഇതായിരിക്കും, നീ തുടച്ച് വൃത്തിയാക്കുമ്പോൾ വീണ്ടും വീണ്ടും ഞാനിവിടെ അഴുക്കാക്കിക്കൊണ്ടേയിരിക്കും. ഇന്ന് വൈകുന്നേരം രേവതി വരുന്നത് വരെ
4 മണി വരെ നിന്റെ പണി അതായിരിക്കും എന്ന് പറയുമ്പോഴേക്ക് ചന്ദ്ര, അയ്യോ അമ്മേ, അമ്മ എന്താ പറഞ്ഞത്, എന്റെ നടു പൊടിയും. അപ്പൊ നിനക്ക് അറിയാലേ നടു പൊടിയെന്ന്. ചെയ്യടി, മര്യാദക്ക് ചെയ്യ്, ഞാൻ കാണട്ടെ നീ എന്തുമാത്രം വൃത്തിയാക്കുമെന്ന് എനിക്കറിയണം. ഞാനേ ദാ ഇവിടെ തന്നെ ഇരിക്കാൻ പോവാ. രേവതി മോളെ, നിനക്ക് പൂടുക്കറണമെന്നല്ലേ പറഞ്ഞത്? പോയി മുഖമൊക്കെ കഴുകിയിട്ട് മുടിയൊക്കെ ചീവി വെച്ചിട്ട് പോവാൻ നോക്ക്. ഇവളുടെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുന്നുണ്ട്. രേവതിയാണെങ്കിലും അവൾ പോയി മുഖമൊക്കെ കഴുകി മുടിയൊക്കെ ചീവി കെട്ടി വീണ്ടും പോവാണ് കേട്ടോ. ചന്ദ്രയാണെങ്കിലോ അവിടെ മുഴുവനും തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട്, പണ്ടത്തെ കാലവലിപ്പം അത് നിനക്കറിയാവോ? ഇപ്പോഴേ ഒരു പെണ്ണിന്റെ ദേഹത്ത് കൈ തൊട്ടാലേ അപ്പൊ വരും പോലീസുകാർ വീട്ടില്. ഗാർഹിക പീഡനം അത് നീ കേട്ടിട്ടുണ്ടോ ചോദിക്കാണ്. അവള് ചന്ദ്ര മിണ്ടാ നിന്ന് അവിടെ തുടച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അച്ഛമ്മ പറയുന്നുണ്ട്, എന്താണ് നിന്റെ വായിൽ നാക്കിറങ്ങിപ്പോയോ? മറുപടി പറയടി. നിനക്കറിയില്ലല്ലേ? എങ്കിലേ ഞാൻ അറിയിച്ചു തരാം. ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കാം. നീ മരുമകളോട് ഇതുപോലൊക്കെ ചെയ്യാണെന്നും അവളെ അടിക്കുമെന്നും ഉപദ്രവിക്കുമെന്നും സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കുകയാണെന്ന് പറയാം. നിനക്ക് 5-6 വർഷം ജയിലിൽ കിടന്ന് ഉണ്ട് തിന്നാമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ചന്ദ്ര പറയാണ്, അയ്യോ അമ്മേ വേണ്ട, ഞാൻ അറിയാതെ ചെയ്തു പോയതാ, ഇനി ചെയ്യില്ലെന്ന് പറയുമ്പം നീ ഇങ്ങനെ കുറെ തവണ പറഞ്ഞിട്ടുള്ളതാ, പക്ഷെ ഒന്നും നടപ്പില്ലല്ലെന്ന് മാത്രം എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി വീണ്ടും തുടപ്പിക്കുകയാണ്. ചന്ദ്ര മുഴുവനും തുടച്ചിട്ട് നടുവ് വേറെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നിരിക്കുന്നുണ്ട്. മുത്തശ്ശി അപ്പോൾ തന്നെ വെളിയിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അവിടുന്ന് ഒരു ബക്കറ്റിനകത്ത് കുറെ ചള്ള ഒഴിച്ചുകൊണ്ട് വരികയാണ്. ശേഷം ഹാളിൽ മൊത്തം ആ ചള്ള ഒഴിച്ചിടുന്നുണ്ട്. അപ്പോഴായിരിക്കും രവി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഛേ, എന്താ ഇവിടൊക്കെ? ആഹാ, അമ്മയോ? അമ്മ എപ്പോ വന്നു? എന്താ അമ്മ ഇതൊക്കെ കാണുന്നത്? ഇവിടെ എന്താ പറ്റിയെന്ന് ചോദിക്കാണ്. നിന്റെ ഭാര്യയോട് ചോദിക്കടാ എന്താ പറ്റിയെന്ന് എന്ന് പറയുമ്പം, ചന്ദ്ര എന്താ സംഭവിച്ചേ, ഇതെന്താ ഈ കാണുന്നെന്ന് ചോദിക്കാണ്. അത് പിന്നെ രവിയേട്ടാ എന്നും പറഞ്ഞ് ചന്ദ്ര കരയുമ്പം, മിണ്ടി പോവരുത്, തുടക്കടി എന്ന് പറയുന്നുണ്ട്. ചന്ദ്ര വീണ്ടും അവിടെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ അമ്മേ, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛമ്മ നടന്ന സംഭവങ്ങൾ പറയാണ്. അച്ഛമ്മ കയറുന്നപ്പം രേവതിയോട് തുടയ്ക്കാൻ പറഞ്ഞതും തുടയ്ക്കാത്തതിന്റെ പേരിൽ അവരുടെ മുടുക്കത്തിന് പിടിച്ചതും മനഃപൂർവ്വം ചായ ഒഴിച്ചതും അടിച്ച കാര്യമെല്ലാം പറയുന്നുണ്ട്. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ? ഞാൻ രാവിലെ ട്രഷറി വരെ പോയതാ അമ്മേ, അതിനിടയ്ക്കാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാനുണ്ടെങ്കിൽ അവൾ ഇത്രയൊന്നും അതിക്രമം കാണിക്കില്ലായിരുന്നു. ആ പാവം എല്ലാം കേട്ടോളുമല്ലോ. അതാ ഇവളുടെ ഒരു അധികാരം. പേടിപ്പിക്കുന്നവരെ പേടിപ്പിക്കാനൊക്കെ ഇവൾക്ക് ഭയങ്കര മിടുക്ക. അല്ലാത്ത 2 മരുമക്കളടുത്തേക്ക് ചെല്ലട്ടെ, 2 പേരും ഇവളുടെ കറുത്ത് കൈവെക്കും, അത് അവൾക്കറിയാം. അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇവൾ പോവില്ല. അവർ പിന്നെ കാശുള്ളവരാണല്ലോ. രേവതി പാവം കാശില്ല, അതുകൊണ്ട് അവളെ എങ്ങനെ വേണമെങ്കിലും അമ്മാനമാണെന്നായിരിക്കും ഇവളുടെ വിചാരം എന്ന് രവി പറയുന്നുണ്ട്. എന്തായാലും തുടക്കൽ നടക്കട്ടെ അമ്മേ, ഞാൻ ഈ വാതക്കൽ ഇരുന്നോളാം. അവള് തുടച്ചു കഴിയുമ്പം പറഞ്ഞാ മതി. എനിക്ക് വിശക്കുന്നുണ്ട്. ആഹാരം കഴിച്ചിട്ട് ബാക്കി പണി അമ്മ തുടങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര മുഴുവനും തുടക്കുകയാണ്. അപ്പോഴേക്കും രവിയെ അച്ഛമ്മ വിളിക്കുന്നുണ്ട്. അച്ഛമ്മ രവി മാത്രം ആഹാരം കഴിക്കുന്നുണ്ട്. ചന്ദ്രനെ വിളിക്കാൻ ചന്ദ്രൻ നോക്കി നിൽക്കുമ്പം, നീ ഇന്ന് കഴിക്കണ്ട, 4 മണി വരെ വിശന്ന് നിന്നുകൊണ്ട് തന്നെ നീ ഈ പണി ചെയ്യണം, എങ്കിൽ മാത്രമേ രേവതിമ്മളുടെ കഷ്ടപ്പാട് നിനക്ക് മനസ്സിലാവുള്ളൂ എന്നും അച്ഛമ്മ പറയുന്നുണ്ട്. അങ്ങനെ ഇവര് കഴിച്ചതിന് ശേഷം ചന്ദ്രനെ നോക്കി നിൽക്കാതിരിക്കും. അച്ഛമ്മ വീണ്ടും പോയിട്ട് ആ വേസ്റ്റും ഫുഡ് വേസ്റ്റും അതുപോലെ മിടുത്ത ചപ്പും ചവറും എല്ലാം കൊണ്ട് വീണ്ടും ഹാളിടുകയാണ്. തുടച്ചോ, നിനക്ക് ഇന്ന് റെസ്റ്റ് ചെയ്യാൻ തരില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ വീണ്ടും തുടപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്ര വീണ്ടും തുടച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ 4-5 മണിയായി കേട്ടോ. ചന്ദ്രയുടെ ഈ തുട നിൽക്കുന്നേ ഇല്ല. ആ സമയത്ത് അങ്ങോട്ടേക്ക് രവിയല്ല കേട്ടോ, ശ്രീകാന്തും വർഷയും സച്ചിയും രേവതിയും അതുപോലെ ശ്രുതിയും ഒക്കെ വരുന്നുണ്ട്. അവരെല്ലാം ചോദിക്കാണ് എന്താ സംഭവിച്ചതെന്ന്. രാവിലെ വന്ന സംഭവങ്ങളൊക്കെ അച്ഛമ്മ പറയുന്നുണ്ട്. അമ്മയ്ക്ക് ഇത് തന്നെ വേണമെന്ന് പറയാണ് സച്ചി. എൻ്റെ മുത്തശ്ശി എന്നാൽ മാത്രമേ അമ്മയ്ക്കൊരു പേടിയുള്ളൂ, അതുകൊണ്ട് അച്ഛമ്മ ഇവിടെ തന്നെ നിൽക്കാച്ചും എന്ന് പറയുന്നുണ്ട്. എടാ, ഇടയ്ക്കിടയ്ക്ക് എന്തൊരു ഡോസ് കൊടുക്കുന്നതിന് സന്തോഷമേ എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. രേവതി മോൾ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചാലേ നീ എന്നെ വിളിച്ചാൽ മതി. അവളെ അങ്ങനെ മര്യാദ പഠിപ്പിക്കണമെന്ന് എനിക്കറിയാമെന്നും മുത്തശ്ശി പറയുന്നുണ്ട്. ശ്രുതി പറയാണ്, എങ്കിലും ഇത് വല്ലത്തെ കഷ്ടമായി പോയല്ലോ. അമ്മയെ കൊണ്ട് ആന്റിയെ കൊണ്ട് രാവിലെ തൊട്ട് വയ്യോളം ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാണോ? അപ്പോഴേക്ക് അച്ഛമ്മ പറയുന്നുണ്ട്, എന്താ നീ ചെയ്യുന്ന ബാക്കി, രാത്രി വരെയെങ്കിൽ നീ ചെയ്തോ, നിനക്കതിനൊക്കെ വിഷമമാണെങ്കിൽ എന്ന് പറയുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി മിണ്ടാതിരുന്നോ, അച്ഛമ്മയെ കുറിച്ച് നിനക്ക് അറിയാനായിട്ടാ. അവർ നിന്നെ ഇവിടെ മുടുക്കത്തിൽ പിടിച്ച് നിലത്തിട്ട് ഉറയ്ക്കും. അയ്യോ വേണ്ടെന്ന് ശ്രുതി പറയുന്നുണ്ട്. വർഷ പറയാണ്, അല്ലെങ്കിലും രേവതി ചേച്ചി ഇവിടെ ചെയ്യുന്നതിന് ഒരു കൈയും കണക്കുമില്ല. ഈ ആന്റിക്ക് അവരോട് ഒരു സ്നേഹമില്ല.
പക്ഷേ ഇങ്ങനെയൊക്കെ ദേഹത്ത് കൈവച്ചാലേ ഞാൻ തന്നെ പോലീസ് വിളിച്ച് കംപ്ലൈന്റ് ചെയ്യും, അത് ഓർത്തോ. മരുമക്കളോട് പണ്ടുള്ള അമ്മായിമാരെ കാണിക്കുന്ന പോലത്തെ ടോക്സിക് പരിപാടിയൊന്നും ഇപ്പോഴത്തെ കാലത്ത് നടക്കില്ല. ഗാർഹിക പീഡനം കേസ് കൊടുത്താലേ നിങ്ങളെ അകത്ത് കിടക്കും, പറഞ്ഞേക്കാം എന്നും പറഞ്ഞ് വർഷ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. രേവതിയാണെങ്കിലും ചന്ദ്രനും നോക്കിയിട്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. ചന്ദ്ര അവളെ അരിശത്തോടെ നോക്കുന്നുണ്ട്. അച്ഛമ്മ പറയാണ്, നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് നീ ഇപ്പൊ അനുഭവിച്ചത്. അതിന് നീയെ രേവതി നോക്കി കണ്ണുരുട്ടണ്ട, അതിന്റെ ആവശ്യമില്ല. തുടച്ചു കഴിഞ്ഞല്ലോ, ഇനി എല്ലാം ക്ലീൻ ചെയ്തിട്ടേ പോയി കുളിച്ചിട്ട് വന്ന് ഭക്ഷണം എടുക്കാൻ നോക്ക് എല്ലാവർക്കും എന്നും പറഞ്ഞ് ചന്ദ്രയെ പറഞ്ഞു വിടുന്നുണ്ട്. ഇന്ന് എന്തായാലും രേവതി മോൾ ഒന്നും ചെയ്യില്ല. ഇനി എങ്ങാണം ഇമാതിരി പരിപാടി നീ രേവതിയെ കാണിക്കാതിരിക്കാനാണ് നിനക്ക് ഈ പണിഷ്മെന്റ് തന്നത്. എപ്പോഴും നിന്റെ മനസ്സിൽ ഈ ഒരു ഓർമ്മ ഉണ്ടാവണം. ഇനി എന്തെങ്കിലും രേവതിയോട് ഇമാതിരി പണി കാണിച്ചാലേ ഞാൻ അപ്പൊ തന്നെ അവിടെ ഇങ്ങോട്ട് വരും, വന്നിട്ട് നിനക്ക് അതിനുള്ള ശിക്ഷ നൽകിയിരിക്കുകയും ചെയ്യും, മനസ്സിലായല്ലോ എന്ന് പറയുന്നുണ്ട്. മനസ്സിലായമ്മേന്ന് ചന്ദ്രനെ പറയാൻ കേട്ടോ. അങ്ങനെ വളരെ സന്തോഷകരമായ എപ്പിസോഡ് ആയിരുന്നത്. നമ്മുടെ അച്ഛമ്മ ചന്ദ്രക്കിട്ട് 8ന്റെ പണിയാണ് കൊടുത്തത്. ഇതുപോലെയുള്ള അപ്കമിംഗ് ആയിട്ടുള്ള റിവ്യൂസ് ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.